വാർത്താരംഭത്തിലേക്ക് വിശദമായി നോക്കാം. സംസ്ഥാനത്ത് മഴ ശക്തം. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. വടക്കൻ കേരളം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. പലയിടത്തും മഴക്കെടുതിയും രൂക്ഷമാണ്. കണ്ണൂർ, മട്ടന്നൂർ, കോളാരി, കുംഭമൂലയിൽ വെള്ളക്കെട്ടിൽ വീണ് സ്ത്രീ മരിച്ചു. കോളാരിയിലെ കുഞ്ഞാമിനെയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത്. ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു വീണു. പാറക്കല്ലുകൾ വീണ് 2 ഫീഡറുകളും തകർന്നു. ആളപായമില്ല. കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിൽ ഇന്നലെ രാത്രി 8 മണിയോടെ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി. തിരുവമ്പാടി ആനക്കാംപൊയിൽ ജലവൈദ്യുത പദ്ധതിയുടെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മലവെള്ളപ്പാച്ചിലിന്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ്. കോഴിക്കോട് മലയോരത്ത് ശക്തമായ മഴ തുടരുകയാണ്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം മുങ്ങി. ഈ വർഷം ആദ്യമായാണ് ക്ഷേത്രം മുങ്ങുന്നത്. കാലവർഷക്കെടുതിയിൽ 2 വീടുകൾ തകർന്നു. മൊഗ്രാൽ വില്ലേജിലെ ചളിയങ്കോടും കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ക്ലായിക്കോടുമാണ് വീടുകൾ തകർന്നത്. ആളപായമില്ല. മലയോര മേഖലകളിലും തീരദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് നിന്നും KV ബൈജുവിന്റെ റിപ്പോർട്ട് കാണാം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും ശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. ഏതായാലും മലയോര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ തീരപ്രദേശത്തുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലിയ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും ചീമേനിയിലെ ക്ലായിക്കോടും ഒപ്പം മൊഗ്രാലിലെ ചളിയങ്കോടും 2 വീടുകൾ പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമുണ്ടായി. ആളപായമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ വലിയ തോതിലുള്ള കാറ്റ്, ശക്തമായ കാറ്റാണ് ഇത് വീശിയടിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. മിക്ക ഇടങ്ങളിലും വെള്ളം കയറിയ ഒരു അവസ്ഥയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയാണ്. മാത്രമല്ല പുഴകളിലെല്ലാം ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല ഈ മലയോര ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നും അതിതീവ്ര മഴ സാധ്യതാ പ്രവചനം തന്നെയാണുള്ളത്. ശക്തമായ കാറ്റാണ് വീശിയടിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റുകൾ ഇത്തരത്തിൽ നിലംപൊത്തുന്ന സാഹചര്യമുണ്ടായി. ശക്തമായ കാറ്റിലും മരം വീണുമൊക്കെ. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ച സാഹചര്യമാണ്. ഇന്നലെ മുതൽ വൈദ്യുതി ബന്ധം തകരാറായി. ഇതുവരെ ശരിയാക്കാൻ ആയിട്ടില്ല. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി, ഇന്ന് രാത്രിയോടുകൂടി ഈ വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് KICP വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ദക്ഷിണ കന്നഡ മേഖലകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർ, നമുക്കറിയാം ഈ മംഗളൂരുവിലേക്കൊക്കെ ആശുപത്രിയിലും മറ്റുമായി നിരവധി പേർ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇത്തരം ആളുകൾ വളരെ ജാഗ്രത പുലർത്തണം. കാരണം ഈ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പെയ്തുകൊണ്ടിരിക്കുന്നത്. പല റോഡുകളിലും ഗതാഗത തടസ്സം ഉണ്ടാകുന്ന രീതിയിലാണ് സാഹചര്യമുള്ളത്. പ്രത്യേകിച്ച് നന്ദൂർ ജംഗ്ഷൻ, ഒപ്പം പമ്പൽ സർക്കിൾ, ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. വാഹന ഗതാഗതം പോലും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മംഗളൂരിലെ തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയാണ്, നിർത്താതെ പെയ്യുന്ന മഴയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മംഗളൂരിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണ്. പക്ഷേ ഇതുവരെ ആരെയും ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. അത്യാവശ്യം ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ബന്ധു വീടുകളിലേക്കാണ് ആളുകൾ മാറി താമസിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നും അതിതീവ്ര മഴ സാധ്യത തന്നെയാണ് പ്രവചനം. ഇപ്പോഴും ശക്തമായ മഴ തന്നെയാണ് കാസർഗോഡ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരും ഒപ്പം ഇതേ സമാന സാഹചര്യം തന്നെയാണ് കണ്ണൂർ ജില്ലയിലും ഉള്ളത്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രവും മുങ്ങിയിരിക്കുകയാണ്. ഈ വർഷം ആദ്യമായാണ് ക്ഷേത്രം മുങ്ങുന്നത്. കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, മധ്യകേരളത്തിലെ മഴ എങ്ങനെയാണ്?
പാർവതി, വലിയ മഴ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കൊച്ചിയിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. പക്ഷേ ആലുവയിൽ പെരിയാറിലൂടെ ഇത്രയധികം വെള്ളം വരുന്നത് ഇടുക്കിയിൽ വലിയ മഴ പെയ്തിരുന്നു. മലയോര പ്രദേശങ്ങളിലൊക്കെ വലിയ മഴയായിരുന്നു. മാത്രമല്ല ചെറിയ സമയത്താണ് മഴ പെയ്തിരുന്നതെങ്കിൽ കൂടിയും ഓരോ തുള്ളിക്കും വലിയ വ്യാപ്തി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു മഴയിൽ തന്നെ വലിയ വെള്ളം കിട്ടുന്ന തരത്തിലുള്ള മഴയായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി പെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം വെള്ളം ഈ പാർവതി സൂചിപ്പിച്ച പോലെ മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ മൺസൂൺ കാലത്തായാലും വേനൽ മഴയിലായാലും ഈ ആലുവ ശിവക്ഷേത്രം ഇത്തവണ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുങ്ങുന്നത്. ഇത്രയധികം വെള്ളം, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആലുവ ശിവക്ഷേത്രത്തിൽ ചുറ്റുപാട് മുഴുവൻ, അത് വേണ്ടത് പകുതിയോളം അത് വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും പെരിയാറിൽ ഇപ്പോൾ വലിയ അടിയൊഴുക്കോടുകൂടിയുള്ള വലിയ ഒഴുക്കാണുള്ളത്. എന്തായാലും വലിയ അളവിലുള്ള മഴയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് വലിയ അളവിൽ വെള്ളം ലഭിക്കുന്ന തരത്തിലുള്ള മഴയാണ് ലഭിച്ചത്. അതായത് വ്യാപ്തി കൂടിയ മഴയാണ് പെയ്തിട്ടുള്ളത്. കുറച്ചു സമയം മാത്രമേ പെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും ഈ ഒരു വലിയ ഇന്റൻസിറ്റിയോട് കൂടി പെയ്യുന്ന ഒരു മഴ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും മലയോര മേഖലകളിലും ഇടുക്കിയിലും പെയ്തിരിക്കുന്ന മഴയാണ് ഇത്രയും അധികം വെള്ളം പെരിയാറിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം കൂടി, കൊച്ചിയിൽ നമ്മൾ ആദ്യത്തെ വേനൽ മഴയിൽ കൊച്ചി മുങ്ങിപ്പോയതുപോലെയുള്ള സാഹചര്യമൊന്നും എവിടെയുമില്ല. മാത്രമല്ല അത്ര വലിയ മഴയല്ല കൊച്ചിയിലുള്ളത്. കൊച്ചിയിൽ ഓറഞ്ച് അലർട്ടാണ് ഉണ്ടായിരുന്നതെങ്കിൽ പോലും, ഓറഞ്ച് അലർട്ട് നിർദ്ദേശമാണ് വെച്ചിരുന്നതെങ്കിൽ പോലും പക്ഷേ അതിനനുസരിച്ചുള്ള വലിയൊരു മഴയൊന്നും പെയ്തതായി കണ്ടില്ല. പക്ഷേ മഴയുണ്ടായിരുന്നു എന്നതല്ലാതെ അത്ര വലിയ മഴയൊന്നും ആയിരുന്നില്ല കൊച്ചിയിൽ പെയ്തത്. പക്ഷേ കൊച്ചിയിലെ അവസ്ഥയല്ല, അല്ലെങ്കിൽ കൊച്ചിയിൽ പെയ്ത മഴയുടെ വ്യാപ്തി അല്ല ഇപ്പോൾ ഈ പെരിയാറിൽ കാണുന്നത്. പെരിയാറിലുണ്ടായത് അല്ലെങ്കിൽ അത്രയും വെള്ളം വരുന്നത് ഈ മലയോര പ്രദേശങ്ങളിൽ പെയ്ത മഴയുടെ ബാക്കി ഭാഗമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർവതി, ആജ്ഞ, ഈ പെരിയാർ തീരത്ത് നിന്നും കുടുംബങ്ങളെ അടക്കം മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ? തീരങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടില്ലെങ്കിൽ പോലും പെരിയാറിന്റെ തീരത്തുള്ള, അതായത് നടപ്പാതകളിൽ, അതായത് പെരിയാറിന്റെ തീരത്തുകൂടി നടന്നു വരാനുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളമുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ തീരപ്രദേശങ്ങളിൽ ചേർന്നു നിൽക്കുന്ന വീടുകളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതിനുള്ള അലേർട്ടൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒരു പക്ഷേ ഇത് അതിനുവേണ്ടി, അതായത് വലിയൊരു മഴ പെയ്യാത്ത ഒരു സാഹചര്യം കൊച്ചിയിലുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ വരാഞ്ഞത്. പക്ഷേ ഈ പാർവതി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തീരദേശങ്ങളിലുള്ള വീടുകൾ, അതായത് പെരിയാറിന്റെ തീരത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പുകളൊന്നുമില്ലെങ്കിൽ പക്ഷം അത് അണ്ടർസ്റ്റുഡ് ആണ്. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വലിയൊരു വെള്ളപ്പൊക്കം പോലെയോ അതല്ലെങ്കിൽ ആളുകളെ, അതായത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ടുന്ന സാഹചര്യമോ ഒന്നും നിലവിലില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർവതി, ശരി. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ആലുവ ശിവക്ഷേത്രം കനത്ത മഴയിൽ മുങ്ങിയിരിക്കുന്നു. ഈ വർഷം ആദ്യമായാണ് ക്ഷേത്രം മുങ്ങുന്നത്. വിവരം നൽകിയത് ആലുവയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിലും ശക്തമായ മലവെള്ളപ്പാച്ചിലാണ്. പ്രദേശത്തെ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മുക്കത്ത് നിന്നും ഗുലാം നബി ആസാദ് ചേരുന്നു. ആസാദ്, ഇരുവഴിഞ്ഞിപ്പുഴയിലെ മലവെള്ളപ്പാച്ചിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഉണ്ടായത്. അപകടസ്ഥിതി ഇപ്പോഴും തുടരുകയാണോ? പാർവതി, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇരുവഴിഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. ഇന്ന് ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കവിഞ്ഞിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. ചെറുപുഴയുടെ തീരത്തുള്ള കുമാരനെല്ലൂർ ഗ്രൗണ്ടിൽ, പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുക്കത്ത് നിന്നും ചോണാട് പ്രദേശത്തേക്ക് പോകുന്ന റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ശക്തമായ മഴയാണ് പ്രദേശത്ത് ഇപ്പോഴും തുടരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടിയാണ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഉണ്ടായത്. പ്രദേശത്ത് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയുടെയും ചെറുപുഴയുടെയും തീരത്ത് താമസിക്കുന്നവർക്ക് ഫയർഫോഴ്സും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലേക്ക് കുട്ടികൾ ഉൾപ്പെടെ പോകുന്നത് ശ്രദ്ധിക്കണമെന്ന്
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും ഫയർഫോഴ്സും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർവതി, ശരി. ഇരുവഴിഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. പുഴയുടെ തീരത്തുള്ളവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് മുക്കത്ത് നിന്നും ഗുലാം നബി ആസാദ്. അത് ശക്തിയായിട്ടൊരു കാറ്റ് വന്ന് മരം വീണ് ഞാൻ ശബ്ദം കേട്ട് കുഞ്ഞുങ്ങളെ ഞാനും കൂടെ കിടക്കുന്നിടത്തായിരുന്നു. കേട്ട് ചാടി എഴുന്നേറ്റ് കൊച്ചുങ്ങളെ എടുത്തോണ്ട് ഓടുമായിരുന്നു. എന്നാലും കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ കല്ലും മണ്ണും ഒക്കെ വീണു. എന്നാലും എടുത്തോണ്ട് ഓടി. ഒന്നും പറ്റിയില്ല, ആപത്തിനൊന്നും പറ്റിയില്ല. ഇവിടെ ഒന്നും പറ്റാതെ എടുത്ത് അടുത്ത മുറിയിലോട്ട് ഓടുമായിരുന്നു. മുറിയെല്ലാം പോയി കിടക്കുക. പത്തനംതിട്ട പന്തളത്ത് ശക്തമായ കാറ്റിലും മഴയിലും നാശനഷ്ടം. പന്തളം യക്ഷിവിളക്കാവിന് സമീപം കാറ്റിൽ 10-ലധികം പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. നിരവധി മരങ്ങളും വീണു. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ അരയാഞ്ഞലി ക്രോസ്വേയിൽ വെള്ളം കയറി. പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. പാലക്കാട് വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. കണ്ണമ്പ്ര കൊട്ടേക്കാട് സ്വദേശികളായ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. എസ് വിനേഷ് കുമാറുണ്ട് വിവരങ്ങൾ നൽകാൻ. വിനേഷ്, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു അപകടം? പാർവതി, ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് സംഭവം. കൊട്ടേക്കാട് മുസ്ലിം പള്ളിക്ക് എതിർവശം താമസിക്കുന്ന സുലോചന 54 വയസ്സ്, ഇവരുടെ മകനായ രഞ്ജിത്ത് 33 വയസ്സ് എന്നിവരും ഇത് ഉറക്കത്തിനിടയിലാണ് ഇവിടെ വീട് തകർന്നത്. ഇവിടെ ഓട് വീടായിരുന്നു. ഇത് മഴ നനഞ്ഞ് ഒരു ഭാഗം കുതിർന്നിരുന്നു. ആ ഭാഗമാണ് തകർന്ന് ഇവരുടെ ബെഡ്റൂമിലേക്ക് തകർന്നു വീഴുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും 2 പേരും മരിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഫയർഫോഴ്സ് ആണ് എത്തിയാണ് വീടിന്റെ ചുമരിടിഞ്ഞ് വീണവരെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെത്തിച്ചത്. ഫയർഫോഴ്സ് ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെ തന്നെ ആംബുലൻസിലായിരുന്നു താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സുലോചന തൊഴിലുറപ്പ് ജോലി ചെയ്തും മകൻ സ്വകാര്യ ബസ്സിൽ ജീവനക്കാരനുമായാണ് ജോലി നോക്കുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ കാര്യമായി പോയി. കാരണം പാലക്കാട് മറ്റുള്ള വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് മഴ കുറവാണ്. പക്ഷെ ഒറ്റപ്പെട്ടതും ഇടയ്ക്കിടെയുള്ള ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും ഇങ്ങനെയൊരു ദുരന്തത്തിലേക്കാണ് ഒരു കുടുംബത്തിലെ 2 അംഗങ്ങൾ, മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ല, 2 അംഗങ്ങളും ഒരു ദുരന്തത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ദുഃഖകരമായ ഒരു കാര്യം. ശരി. പാലക്കാട് വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. കണ്ണമ്പ്ര കൊട്ടേക്കാട് സ്വദേശികളായ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. വിവരങ്ങൾ നൽകിയത് എസ് വിനേഷ് കുമാർ പാലക്കാട് നിന്നും. ഇടുക്കിയിൽ മഴ ശക്തമാകാൻ സാധ്യതയെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘം ജില്ലാ ആസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മുന്നൊരുക്കത്തിന് അധികൃതർ നിർദ്ദേശം നൽകിയെന്നും കളക്ടർ പറഞ്ഞു. ഈ ചക്രവാക ചുഴിയുടെ ഫലമായിട്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതാണ്. അടുത്ത 5 ദിവസങ്ങളിൽ തീവ്രവും ശക്തവുമായ മഴ ജില്ലയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. ഇതിന് മുന്നോടിയായിട്ട് എല്ലാ വകുപ്പുകളുടെയും യോഗങ്ങൾ ചേരുകയും എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായ രീതിയിൽ നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ റെഡ് അലേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വകുപ്പുകൾക്കും ഉള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ വില്ലേജ് ഓഫീസർമാരും അതാത് സ്റ്റേഷനിൽ തന്നെ ക്യാമ്പ് ചെയ്യണമെന്ന് നിർബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ജില്ലാ കൺട്രോൾ റൂം ഇതിനോടകം തന്നെ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. DRFന്റെ ഒരു ടീം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പൈനാവ് കേന്ദ്രമാക്കി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാത്രിയിൽ യാത്ര ചെയ്യുന്നവർ എത്രയും സൂക്ഷിച്ച് തന്നെ വാഹനങ്ങൾ ഓടിക്കാൻ ഒരു നിയന്ത്രണം ോടുകൂടി വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ നമ്മൾ ടൂറിസം കേന്ദ്രങ്ങൾ, അതുപോലെ മലയോര പ്രദേശങ്ങൾ, ഇതിലൊക്കെ ഉള്ള ഒരു നിയന്ത്രണവും ശ്രദ്ധയും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം.